ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ നല്ല സ്വാദ് തോന്നുന്നതുമായ ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമ്മുടെ ഒരു 1.5 കിലോ ബീഫ് റോസ്റ്റ് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീഫ് വേവിച്ചെടുക്കാൻ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഇറച്ചി മസാലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഈ ബീഫ് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് ഇവയൊക്കെ ഞാൻ നീളത്തിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യമായ അളവിൽ തൈരും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 വിസിൽ വരുവോളം ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഏതാനും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് കടക്കാം. ഞാനൊരു 5 സവാള തൊലി പൊളിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ചെറിയ തക്കാളിയും 5 പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഞാനൊരു അലുമിനിയം കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബീഫ് മസാലയും ചേർത്ത് നമുക്കിത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ കളറ് ഏകദേശം ഒരു ഡാർക്ക് കളറാവുന്ന വറുത്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി നല്ലോണം. ശേഷം അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് അതേ കടായിൽ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതും നല്ലോണം ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരുവോളം നമുക്കിത് വറുത്തെടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അതേ കടായിൽ തന്നെ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരുന്ന സവാള കുറച്ചായിട്ട് ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 3 to 5 മിനിറ്റ്സ് വരെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ നമ്മൾ എടുത്തത്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതോടൊപ്പം തന്നെ കട്ട് ചെയ്ത് വച്ചിരുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇതും നമുക്ക് ഒരു 5 to 7 മിനിറ്റ്സ് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. അതും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇതും ഒന്ന് കുക്കാക്കി എടുക്കേണ്ടത്. സവാള നല്ലോണം വെന്ത് വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് കുറച്ച് രുചിയും കറി നല്ല കട്ടിയും ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ സവാള വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ബീഫ് റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കാം. ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 വിസിൽ വിളിച്ചാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്.
6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ചേർത്ത മിക്സും കൂടെ വെന്ത് വന്ന് നോക്കാം. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്ത സവാളയിലോട്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ സവാളയ്ക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമായ അളവിൽ, അതായത് ഒരു കുറച്ച് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. നമ്മുടെ ബീഫ് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ്സ് ഈ ബീഫ് റോസ്റ്റ് എന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. See you.